ഹലോ, ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു മീൽ പ്രിപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ഡേ മീൽ പ്രിപ്പ് കുറച്ച് ലെങ്തി ആവുന്നതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെത് മാത്രമായിട്ടുള്ളൊരു പ്രിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മൾ ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പാൻട്രീസ് ഒന്ന് ചെക്ക് ചെയ്യുക, അതുപോലെ ഫ്രിഡ്ജിലുള്ള വെജിറ്റബിൾസ് കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റോക്ക് ഉള്ളതിനനുസരിച്ചിട്ടുള്ളൊരു ലിസ്റ്റ് പ്രിപ്പറേഷനും കൂടിയിട്ടാവണം. അതുപോലെ തന്നെ ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ടുള്ളൊരു ലിസ്റ്റും കൂടിയിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഫസ്റ്റിൽ വരുന്ന ഒരു 5 ഡേയ്സ്, മൺഡേ ടു ഫ്രൈഡേ ആ ഒരു വർക്കിംഗ് ഡേ ആണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇനി ഈ ഒരു എഗ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റിന് എഗ് കറി എന്നുള്ളത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഡേ നമ്മൾ എഗ് കറി ആയിരിക്കും. ബാക്കിയുള്ള ഡേയ്സിലെല്ലാം രാവിലെ ചായ കുടിക്കുന്നവരൊക്കെ ആണെങ്കിൽ ചായൻ്റെ ഒപ്പം, അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവരെന്താണോ ഡ്രിങ്ക്സ് കഴിക്കുന്നത് അതിൻ്റെ ഒപ്പം ഒരു മുട്ട കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രോട്ടീൻ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അത് നമ്മൾ അങ്ങനെയാണ് സാധാരണ ചെയ്യൽ. ഒരു മുട്ട രാവിലെ കൊടുക്കും. അപ്പോൾ ചില ദിവസം ഇവർ രാവിലെ മുട്ട കഴിക്കാനായിട്ട് മടി കാണിക്കുകയാണെങ്കിൽ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഈ ഒരു മുട്ട ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി കൺസ്യൂം ചെയ്യുന്ന ഒരു ഐറ്റമാണ് എഗ്ഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു സീസണിൽ എഗ്ഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം സ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാറില്ല. മോസ്റ്റ്ലി എഗ്ഗ് പുറത്ത് തന്നെ വെച്ചിട്ടാണ് യൂസ് ചെയ്യലുള്ളത്. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ മൺഡേ ടു ഫ്രൈഡേ വരെയുള്ള ഒരു മീൽ പ്രിപ്പ് ആൻഡ് പ്ലാനാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മളൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട്. അതും കൂടെ ഇവിടെ നിന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സാധാരണ മൺഡേ ടു ഫ്രൈഡേ വരെയുള്ള ലിസ്റ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ സാറ്റർഡേ സൺഡേ വന്നിട്ട് നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഗ്രെയിൻസ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ബാലൻസ്ഡ് യൂസ് ചെയ്യുക. പിന്നെ ഫിഷ് കറീസ് കാര്യങ്ങളെല്ലാം ബ്രേക്ക്ഫാസ്റ്റിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ഒരു സാറ്റർഡേ സൺഡേ ആണ്. അപ്പോൾ കുട്ടികൾക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ കംഫർട്ടായിരിക്കും ഈ ഒരു വീക്കെൻഡിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ. സ്കൂളിൽ പോകുന്ന ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ മീനൊക്കെ കൊടുക്കുന്നത് കുറച്ച് പോസിബിൾ അല്ലാത്തൊരു കാര്യമായതുകൊണ്ട് ഈ ഒരു വീക്കെൻഡിലാണ് മോസ്റ്റ്ലി അവർക്കുള്ളത് കൊടുക്കാറുള്ളത്. അല്ലാതെ നമ്മൾ സാധാരണ മീൻകറിയൊക്കെ തലേദിവസം വെച്ചതുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് യൂസ് ചെയ്യലുണ്ട്. എന്താണോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി അതിൻ്റെ ഒപ്പം കറിയും കൂടെ യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ കുട്ടികൾക്കുള്ള ഫിഷ് കറി എന്ന് പറയുന്നത് മോസ്റ്റ്ലി വീക്കെൻഡിൽ തന്നെ ആയിരിക്കും കൊടുക്കാറ്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൺഡേ വന്നിട്ട് നമുക്ക് ഇഡ്ഡലി സാമ്പാർ, അതുപോലെ ട്യൂസ്ഡേ മൾട്ടിഗ്രെയിൻ ദോശ ആൻഡ് ദാലാണ്. അപ്പോൾ ദോശ മൾട്ടിഗ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ വീറ്റ് യൂസ് ചെയ്യും. അതുപോലെ മൾട്ടി പൾസസ് പൊടിച്ച് വെച്ചിട്ടുള്ള പാക്ക് ഉണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് യൂസ് ചെയ്യും. അങ്ങനെയുള്ള ഗ്രെയിൻസ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ദോശയാണ് മൺഡേ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ദാലാണ് കേട്ടോ കറിയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൾട്ടിഗ്രെയിൻ ദോശയിൽ നമ്മൾ മഞ്ഞളും കൂടെ ചേർത്തിട്ട് അങ്ങനെയുള്ള രീതിയിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ട്യൂസ്ഡേ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വെനസ്ഡേ വരുന്നത് പുട്ട് കടലയൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു വീക്ക് പുട്ട് കടലയാണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ പുട്ടും ചെറുപയർ കറി അങ്ങനെയൊക്കെ ആയിട്ട് മാറ്റിയിട്ടാണ് ഉണ്ടാക്കൽ. ഇനി തേഴ്സ്ഡേ വന്നിട്ട് നമ്മുടെ സാദാ ദോശയും ടൊമാറ്റോ ചട്നിയും കൂടിയിട്ടാണ്. അപ്പോൾ ടൊമാറ്റോ ചട്നി സിമ്പിളാണ് രാവിലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ടൊമാറ്റോ ചട്നിയും ദോശയും കൂടിയിട്ടാണ് തേഴ്സ്ഡേ ഉണ്ടാക്കൽ. പിന്നെ ഇനി ഫ്രൈഡേ വന്നിട്ട് നമ്മൾ ഫിൽഡ് പൊറോട്ട ആൻഡ് എഗ് കറിയാണ്. അപ്പോൾ ഫിൽഡ് പൊറോട്ടയിൽ നമുക്ക് എല്ലാ ദിവസവും സെയിം അല്ല, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്തിട്ടുള്ളൊരു പൊറോട്ട ആയിരിക്കും, സ്റ്റഫ് ചെയ്തിട്ടുള്ളൊരു പൊറോട്ട ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ് വീക്കിലുള്ള മൺഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ തലേ ദിവസം തന്നെ ഉഴുന്നും അരിയൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പാറിനുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് ഒരു സിംഗിൾ കണ്ടെയ്നറിലാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവാള ഒഴിച്ച് ബാക്കി എല്ലാ വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെക്കലാണ് പതിവുള്ളത്. അപ്പോൾ രാവിലെ വന്നിട്ട് നമ്മൾ ആ ഒരു സവാളയും കൂടി കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഇഡ്ഡലിക്കുള്ള മാവെല്ലാം റെഡി ആയതുകൊണ്ട് തന്നെ അതും സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദാലും അതുപോലെ മൾട്ടിഗ്രെയിനിൻ്റെ ദോശയും കൂടിയിട്ടാണ്. അപ്പോൾ മൾട്ടിഗ്രെയിൻ എല്ലാം പൊടിച്ച് വെച്ചുള്ള കൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ അത് രാവിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വന്നിട്ട് ദാലാണ്. അപ്പോൾ ദാല് ഞാൻ നേരത്തെ എണീക്കുന്ന ആ ഒരു ടൈമിൽ ജസ്റ്റ് ഒരു 1 hour കിട്ടുമല്ലോ അപ്പോൾ നനച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് നനച്ച് വെച്ചിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നേരത്തെ ഒന്ന് കഴുകിയിട്ട് വേവിച്ചെടുക്കലാണ്. സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു ഐറ്റം കൂടിയിട്ടാണ്. അപ്പോൾ അതാണ് നമ്മൾ ട്യൂസ്ഡേ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പ്രിഫർ ചെയ്തിട്ടുള്ളത്.
വെനസ്ഡേ നമ്മൾ പുട്ടും കടലയും കൂടിയിട്ടാണ്. അപ്പോൾ കടലയൊക്കെ നമ്മൾ രാത്രി തന്നെ നനച്ച് വെക്കും. അതുപോലെ പുട്ടിനുള്ള പൊടിയൊക്കെ അരച്ച് വെക്കുന്നതാണെങ്കിൽ അത് തലേദിവസം അരച്ച് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റെഡിമെയ്ഡ് പൊടിയൊക്കെ ആണെങ്കിൽ അത് രാവിലെ തന്നെ നമ്മൾ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഐറ്റം കൂടി നമുക്ക് സിമ്പിളാണ് വർക്കിംഗ് ഡേയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പുട്ടുണ്ടാക്കുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വേറെ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഐറ്റം കൂടിയിട്ടായതുകൊണ്ട് ബിസി ഡേയ്സിൽ പുട്ടൊക്കെ എപ്പോഴും ഒരു ടൈം സേവർ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതാ പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയൊക്കെ ചിരവി റെഡിയാക്കുമ്പോൾ കുറച്ചുകൂടെ എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈമിലുള്ള ഫുഡ് പ്രിപ്പറേഷന് അത് ഒന്നും കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഈ ഒരു പുട്ട് ഈ ഒരു വീക്ക് നമ്മൾ കടലക്കറി ആണെങ്കിൽ നെക്സ്റ്റ് വീക്ക് ചെറുപയർ കൊണ്ടുള്ള ഒരു കറിയായിരിക്കും റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ ഗ്രെയിൻസും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നമ്മുടെ ഫോർത്ത് ഡേ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ദോശയും അതുപോലെ തക്കാളി ചമ്മന്തിയും കൂടിയിട്ടാണ്. അപ്പോൾ ഇതിനുള്ള പ്രിപ്പ് എന്ന് പറയുന്നത് തലേദിവസം തന്നെ ദോശക്കുള്ള മാവൊക്കെ ഒന്ന് അരച്ച് റെഡിയാക്കി എടുത്ത് വയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി ദോശയുടെ സൈഡ് വന്നിട്ട് ഈ ഒരു വീക്കിൽ നമ്മൾ ടൊമാറ്റോ ചട്നി ആണെങ്കിൽ നെക്സ്റ്റ് വീക്കിലത് തേങ്ങാ ചമ്മന്തിയൊക്കെ ആക്കിയിട്ട് മാറ്റലുണ്ട്. പിന്നെ ഇനി അതുപോലെ ഉച്ചയ്ക്ക് നമ്മൾ സാമ്പാറൊക്കെയാണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടിയിട്ടുള്ള സാമ്പാർ റെഡിയാക്കിയിട്ട് അങ്ങനെ എടുക്കലാണ് ചെയ്യൽ. അപ്പോൾ ഉച്ചയ്ക്കുള്ള ജസ്റ്റ് ഒരു ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യാനുള്ള പണികളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം പ്രിപ്പ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഒരു പ്രിപ്പ് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഇതാ നമ്മുടെ ഫ്രൈഡേ ഡേ ആണിത്, 5th ഡേ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡേയിൽ നമ്മൾ സ്റ്റഫ്ഡ് പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമ്മൾ എഗ് കറിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു, എഗ് കറി ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെ. ഇനി ഇത് വന്നിട്ട് ഫിഷ് കറിയാണ്. ഫിഷ് കറി മോസ്റ്റ്ലി നമ്മൾ വീക്കെൻഡിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മീൽ പ്രിപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്കെപ്പോഴും ഒരു ടൈം സേവിങ് ആണ്. അതുപോലെ തന്നെ ഹാസൽ ഫ്രീ ആയിട്ട് നമുക്ക് ആ ഒരു വീക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം കൂടിയിട്ടാണ്. കൂടാതെ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതാ ഫസ്റ്റ് ഡേ നമ്മൾ ഇഡ്ഡലി സാമ്പാറാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ വെജിറ്റബിൾസും ഉഴുന്നും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. സെക്കൻഡ് ഡേ നമ്മൾ മൾട്ടി ഗ്രെയിൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഗ്രെയിൻസ് ആയിട്ട് നമ്മൾ ദാൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ വന്നിട്ട് കടലയാണ് ഗ്രെയിൻസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീണ്ടും നമ്മൾ റിപ്പീറ്റഡായിട്ട് ഉഴുന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉഴുന്നൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയിട്ടാണ് നമ്മളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം കൂടിയിട്ടാണ്. നെക്സ്റ്റ് ഡേ ഫ്രൈഡേ വന്നിട്ട് നമ്മൾ വീറ്റും അതുപോലെ എഗ്ഗും കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫിൽഡ് പൊറാട്ടയിൽ വീറ്റ് പ്ലസ് വെജിറ്റബിൾസും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ എഗ്ഗാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ വീക്കെൻഡിലാണ് നമ്മൾ ഫിഷ് കറി അതുപോലെ ചിക്കൻ കറി വേണമെങ്കിൽ ആ ഒരു കാര്യം കൂടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് വീക്കിലുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.